നമസ്കാരം. ഡിഫറൻറ്റ് മീഡിയയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അജിൻ ജോ. ഇന്ന് നമ്മുടെ കൂടെ എത്തിയിരിക്കുന്നത് സോഷ്യൽ മീഡിയ വൈറൽ താരമായ സുധീഷാണ് നമ്മളോടൊപ്പം ഉള്ളത്. സുധീഷ് ഏട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? സുഖമായിട്ടിരിക്കുന്നു. എങ്ങനെ പോകുന്നു ഇപ്പോഴത്തെ? ഇപ്പോഴത്തെ പ്രോഗ്രാമിൽ ഫാഷൻ ഷോകളിലാണ് ഇപ്പോൾ കൂടുതലായിട്ട് അതിഥിയായിട്ട് വിളിക്കാറുള്ളത്. പിന്നെ ഫാഷൻ ഷോയിലും മറ്റു പരിപാടികളിലും വിളിക്കാറുണ്ട്. എങ്കിലും ഫാഷൻ ഷോയിലൂടെ ഞാൻ വന്നതുകൊണ്ട് ആ മേഖലയിലേക്കാണ് എന്നെ ഇപ്പോൾ കൂടുതലും വിളിക്കാറുള്ളത്. ഇപ്പൊ പുതിയ പുതിയ ഷോസ് ഒക്കെ വരാറുണ്ടോ? ഐ.എഫ്.യുടെ ഒരു ഷോ 21st ഉണ്ടായിരുന്നു, പോയില്ല. പിന്നെ ഇപ്പം നമ്മുടെ കൊല്ലത്ത് നടക്കുന്ന ഒരു പ്രോഗ്രാം, മീൻസ് കൊല്ലത്ത് നടക്കുന്ന ഒരു പ്രോഗ്രാം ആയതുകൊണ്ടാണ്, ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു പ്രോഗ്രാം ആയതുകൊണ്ടാണ് ഞാൻ ഈ പ്രോഗ്രാം വന്നത്. ഇപ്പൊ ശ്രീലക്ഷ്മി ചേച്ചിയായിട്ടൊന്നും അധികം വീഡിയോസ് ഒന്നും കാണാറില്ലായിരുന്നല്ലോ. മുമ്പ് വൈറലായത് ശ്രീലക്ഷ്മി ചേച്ചിയായിട്ടുള്ള വീഡിയോ അല്ലായിരുന്നു? അല്ല, ഞാൻ ഓൾറെഡി സീരിയൽ ഫീൽഡിൽ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യാറുണ്ട്. പിന്നെ ചെറിയ റോളുകളൊക്കെ ആണെങ്കിലും അത്യാവശ്യം ആളുകൾ അറിയുന്നുണ്ട്. പിന്നെ വലിയൊരു മീഡിയ ആക്ടർ എന്ന് ഞാൻ പറയല്ല, നോർമലി അത്യാവശ്യം ആൾക്കാർ അറിയുന്നുണ്ട് തന്നെ. എങ്കിൽ പോലും ശ്രീലക്ഷ്മി ആയിട്ടുള്ള ഷൂട്ട് ഒരു 3 കോടി ആൾക്കാരിലേക്ക് ആ വീഡിയോ, ആ റീക്രിയേഷൻ വീഡിയോ എത്തപ്പെട്ടു. പിന്നെ ഇപ്പൊ ഇനി റീക്രിയേറ്റ് ഒന്നും ചെയ്യാറില്ല, മീൻസ് ശ്രീലക്ഷ്മി ആയിട്ടുള്ള വീഡിയോസ് ഒന്നും ഇപ്പൊ അധികം കണ്ടുവരുന്നില്ല. അത് ശ്രീലക്ഷ്മി ആയിട്ടുള്ള വീഡിയോസ് കണ്ടുവരുന്നില്ല എന്ന് പറഞ്ഞാൽ ശ്രീലക്ഷ്മി ഇനിയിപ്പം സന്യാസമാർഗം സ്വീകരിക്കാനുള്ള ഒരു പദ്ധതിയിലാണെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെയൊക്കെയുള്ള രീതി. അപ്പൊ ഇനി സിനിമ ഫീൽഡ് അങ്ങനെയൊക്കെ പോകാൻ ചാൻസ് ഉണ്ടോ? സിനിമ ഫീൽഡിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ പോകും. എങ്കിലും വന്ന വഴി എന്ന് പറഞ്ഞാൽ സീരിയൽ ഫീൽഡ് ആയതുകൊണ്ട് സീരിയൽ ഫീൽഡിനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് എനിക്ക് താല്പര്യം. ഏതൊക്കെ സീരിയൽസിൽ അഭിനയിച്ചിട്ടുണ്ട്? സീരിയൽസ് എന്ന് പറഞ്ഞാൽ ഏഷ്യാനെറ്റ്, സൂര്യ ടി വി. ഏഷ്യാനെറ്റിലെ സാന്ത്വനം ജോലി ചെയ്തിട്ടുണ്ട്, സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് ആയിട്ട് റോൾ ചെയ്തിട്ടുണ്ട്. സൂര്യ ടി വിയിലെ സ്വയംവര പന്തല്, പിന്നെ ഇപ്പം അമ്മയും മൂകാംബികെ. അതിനുശേഷം സി തമിഴിലെ വാരിസ്, അതിലാണ് കുറച്ച് റോൾ അധികം ചെയ്തിട്ടുള്ളത്. പിന്നെ അതിനുശേഷം രക്തരക്ഷസ് സൂര്യ ടി വി. അത് മുമ്പ് എന്റെ ഫസ്റ്റ് വർക്ക് രക്തരക്ഷസ് ആയിരുന്നു സൂര്യ ടി വിയിൽ. അതിലൂടെയാണ് എന്നെ അത്യാവശ്യം ആൾക്കാരിലേക്ക് അറിഞ്ഞത്. രക്തരക്ഷസത്തോടെ ഞാൻ പഠിച്ചിരുന്ന സമയത്തായിരുന്നു ആ വർക്ക് എനിക്ക് കിട്ടിയത്. അതിലൂടെ സീരിയൽ മേഖലയിലേക്ക് കടന്നു. ഈ സോഷ്യൽ മീഡിയസിലൊക്കെ വരുന്ന കമന്റുകൾ എങ്ങനെ നോക്കി കാണുന്നു? കമന്റുകൾ, നെഗറ്റീവ് കമന്റ് പറയുന്ന ആൾക്കാർക്ക് നെഗറ്റീവ് കമന്റ് പറയാം. നമ്മളത് മൈൻഡ് ആയിട്ട് യാതൊരു തന്നെ കാര്യമില്ല. കാര്യം അവർ കമന്റ് പറയുന്നതോടെ എന്താ പറയുക, നമ്മൾ വൈറലായിക്കൊണ്ടിരിക്കുകയെന്ന് അവർക്ക് അറിയത്തില്ല. അവർ മണ്ടന്മാരാണ്. അവർ മോശം കമന്റുകളാണ് നമ്മുടെ വീഡിയോക്ക് അടിയിൽ ഇടുന്നത്. പക്ഷെ ആ കമന്റ് പറയുന്നതോടെ ആ കമന്റ് ഒരാൾ ഇടുന്നതോടെ ആ ഒരു വീഡിയോക്ക് അത്ര വ്യൂസ് കയറി പോകല്ലേ. അപ്പം വെറും മണ്ടന്മാരാണ് ഇങ്ങനെ മോശം കമന്റുകൾ പറയുന്നത്. അതേപോലെ ഈ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ടോ? റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടില്ല. ഇപ്പം എന്റെ സുഹൃത്തായ രേഷ്മ പറഞ്ഞു, ഇപ്പം ഈ ഇടയ്ക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യണം, ചെയ്താലേ കുറച്ചുകൂടെ ചെയ്യുള്ളൂ. രേഷ്മയൊക്കെ ചെയ്തു തുടങ്ങിയിട്ടില്ല, പക്ഷെ ചെയ്യണമെന്നുള്ള ഒരു പ്ലാനൊക്കെ ഉണ്ട് നിലവിൽ. റിയാക്ഷൻ വീഡിയോ ചെയ്യണം. പിന്നെ ചെയ്താലും ഞാനിപ്പോ ഒരു നെഗറ്റീവ് കമന്റ് പറഞ്ഞ ആൾക്കാർ റിയാക്ഷൻ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അയാളാണ് ഇതിൽ കൂടുതലും വൈറലാവും. സത്യല്ലേ? ഞാനെന്തിനാ അയാൾ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു? അതിന്റെ കാര്യമില്ല, കമന്റ് ഇട്ട് പോട്ടെ. അതേപോലെ ഇപ്പോ ജാസി, ആഷി ഇവരൊക്കെ നല്ല ഫ്രണ്ട്സ് ആയിരുന്നല്ലോ നിങ്ങളുമായിട്ട്. ഇപ്പം എന്ത് പറ്റി? അവരുമായിട്ട് കോൺടാക്ട് ഉണ്ടോ? ജാസി എന്നെ ഇൻസ്റ്റാഗ്രാമിൽ അൺഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. മീൻസ് നല്ലൊരു സുഹൃത്ത് ബന്ധം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. പക്ഷേ കുറച്ച് കാലയളവായിട്ട് പോകുന്നു. അതിന് ഒരു റീസൺ ഉണ്ട് തക്കതായ. അതിപ്പോ ഞാൻ ഈ മീഡിയയിൽ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. റീസൺ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇപ്പൊ സർജറിയുടെ ഭാഗമായിട്ടാണ് റീസൺ. ഇപ്പൊ ഞാൻ ഓൾറെഡി ഒരു ഹെൽത്ത് മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിലവിൽ. അപ്പൊ എനിക്ക് അതിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ ജനങ്ങളെ ഇങ്ങനെ മണ്ടന്മാരാക്കുന്ന പരിപാടികൾ കാണിക്കുമ്പോൾ ഒട്ടും നമുക്ക് അത് അക്സെപ്റ്റ് ആക്കാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഒരു കാര്യമാണ്. അപ്പൊ അത് ഞാൻ ചോദ്യം ചെയ്തു. അതിനുശേഷം എന്നെ അൺഫോളോ ചെയ്തു. ഇപ്പൊ കോൺടാക്ട് ഇല്ല. അപ്പൊ കൂടുതലും ശ്രീലക്ഷ്മിയായിട്ടാണ് കൂടുതലും കോൺടാക്ട് ഉള്ളത്. കാരണം അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരുള്ള എന്ത് കണ്ടന്റ് ഇട്ടാലും ഞങ്ങൾ അതിൽ കമന്റ് ഇടുമായിരുന്നു. പക്ഷെ ഇപ്പം ശ്രീലക്ഷ്മി മാത്രമുള്ള കണ്ടന്റുകളിൽ, അത് കൊളാബ് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, അതിന് മാത്രമേ ജാസി കമന്റ് ഇടാറുള്ളൂ, ലൈക്ക് ചെയ്യാറുള്ളൂ. ഇപ്പൊ ജാസിയുടെ സർജറി പറ്റി പറഞ്ഞല്ലോ. ഇപ്പൊ എന്താണ് ആ സർജറി ആയിട്ടുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞില്ലേ? സർജറി എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു റെനെ മെഡിസിറ്റിയിൽ ഒരു സർജറി ചെയ്തു എന്നല്ലേ പറയുന്നത്. പക്ഷെ അത്തരത്തിലൊരു സർജറി നടന്നിട്ടില്ല അവിടെ. നടന്നിട്ടുണ്ട്, എന്തെന്നറിയാമോ? ഓൾറെഡി ബ്രസ്റ്റ് സർജറിയാണ് നടന്നിട്ടുള്ളത്. ഒരു സിലിക്കോൺ പാഡ്, നമുക്കറിയാം, നമ്മൾ ഹോസ്പിറ്റൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത് നമുക്കറിയാം. ജസ്റ്റ് ബ്രസ്റ്റ് കീറി ഒരു സിലിക്കോൺ പാഡ് അകത്തേക്ക് വെച്ച് ബ്രസ്റ്റ് സർജറിയാണ് ചെയ്തിരിക്കുന്നത്. എക്സാക്ട്. അപ്പൊ അതിന്റെ കുറച്ച് എക്സാക്ട് വെർഷനാണ് അവിടെ ചെയ്തത്. ഓൾറെഡി ചെയ്തതായിരുന്നു, എക്സാക്ട് വെർഷനാണ് ഇപ്പൊ ചെയ്തത്. പക്ഷെ അതിന് ചെയ്തിരിക്കുന്ന ഡൗൺ സർജറി ചെയ്തു പൂർണ്ണമായിട്ട് ഒരു പെണ്ണായി മാറി എന്നാ പറയുന്നത്. അത് തീർച്ചയായിട്ടും എനിക്ക് റെനെ മെഡിസിറ്റിന് കോൺടാക്ട് ഉണ്ട്. കോൺടാക്ട് വേണ്ട, നോർമലി നമ്മൾ റെനെ മെഡിസിറ്റി ഞാൻ അതിന് ശേഷം വിളിച്ചു ചോദിച്ചു. എന്റെ റെക്കോർഡ്സ് ഉണ്ടായിരുന്നു, വേണമെങ്കിൽ ഞാൻ മീഡിയക്ക് തരാം, ധൈര്യമായിട്ട് തരണം, എനിക്ക് പ്രശ്നമല്ല. വിളിച്ചു ചോദിച്ചപ്പോൾ അവിടുത്തെ ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്ന സ്റ്റാഫ് തന്നെ എന്നോട് പറഞ്ഞതാണ് അങ്ങനെ ഒരു സർജറി നടന്നിട്ടില്ല. ഡൗൺ സർജറി അവിടെ ഇല്ല. ജനങ്ങൾ കാത്തിരുന്നതാണ് ഇത് കേൾക്കണം. ഡൗൺ സർജറി ഇല്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർ ഉടനെ ഈ ഒരു കോള് വന്നപ്പോഴത്തേക്ക് PROയ്ക്ക് കോള് കണക്ട് ചെയ്തു. കാരണം അപ്പോഴത്തേക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ചോദിക്കാൻ സാധ്യതയുള്ളതെന്ന് ചോദിച്ചപ്പോഴേ ഉടനെ ഹലോ ഇത് മാത്രമേ മറുപടി. കേൾക്കുന്നില്ല. നമ്മുടെ മുകേഷിന്റെ സിനിമയൊക്കെ പറയുന്നത് കേൾക്കുന്നില്ല, കമ്പിളിപ്പതപ്പ് എന്ന് പറയത്തില്ലേ, അതുപോലെ ആ മറുപടിയാണ് അവർ നമുക്ക് തന്നത്. എന്റെ വോയിസ് റെക്കോർഡ് ഉണ്ട്, മീഡിയക്ക് എനിക്ക് തരാൻ എനിക്ക് യാതൊരു പ്രശ്നമില്ല. ഇത് ഞാൻ പറഞ്ഞു, ചോദ്യം ചെയ്തു, ഓൾറെഡി ഫൈൻ. പക്ഷെ ഇനിയിപ്പോൾ ഇങ്ങനെ സർജറി അവിടെ നടക്കാൻ സാധ്യതയുണ്ട്. കാര്യം റെനെ മെഡിസിറ്റിക്കെതിരെ പല കംപ്ലൈന്റുകളും പോകുന്നുണ്ട്. ഇതൊരു ഇഷ്യൂ ആകുമ്പോഴത്തേക്ക് രഹസ്യമായിട്ട് ഈ സർജറി അവിടെ നടക്കും, 100% ഉറപ്പാണ്. അതിനുശേഷം ഇങ്ങനെ കമന്റ് ചെയ്ത മീഡിയയിലുള്ള ആൾക്കാരെല്ലാം ഈ മെഡിസിറ്റി കംപ്ലൈന്റ് എന്തുകൊണ്ടാണ് പറയുക, ഈ സർജറി നടന്നിട്ടുണ്ട്, പക്ഷേ ഈ സർജറി നടന്നിട്ടില്ല നിലവിൽ വരെ. പക്ഷെ ഇനി നടക്കാൻ ചാൻസ് ഉണ്ട്.
നിങ്ങൾ ഇതിപ്പോ ജാസ്തിയായിട്ട് ഈ അൺഫോളോ ചെയ്തതിന്റെ പേരിൽ പറയുന്നതാണോ അതോ? അല്ല, 100% ഞാനിത് ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിലൊക്കെ എനിക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ ഇടാറുണ്ട്. അപ്പൊ ഓൾറെഡി ഞാൻ അത് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അല്ല, നിങ്ങൾ നല്ല സൗഹൃദത്തിലായിരുന്നല്ലോ, പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം കേൾക്കുമ്പോൾ. ഏതാ ഈ ജാസി? ജാസിയുടെ ഈ ഒരു കാര്യം ഇപ്പൊ ഒരുപാട് സോഷ്യൽ മീഡിയ നിൽക്കുന്ന യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ, ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഈ ഒരു കണ്ടന്റ് എടുത്ത് ടോപ്പിക് ഇടുന്നില്ലേ, ഇങ്ങനെ ഇടുന്നുണ്ട്, അതിന് പ്രതികരിക്കുന്നത്. ഇപ്പൊ ഈ ഇടയ്ക്ക് ഏതോ ഒരു ഫേസ്ബുക്ക് ചാനലുകാർ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇനി ജാസിക്കെതിരെ ഇങ്ങനെ മോശമായ കാര്യങ്ങൾ കണ്ടന്റുകൾ ഇടുന്നവർക്കെതിരെ കേസ് എടുക്കുന്നു. ആരാ കേസ് എടുക്കേണ്ടത്? എക്സാക്ട് ഒരു സർജൻ ആയിക്കോട്ടെ, ഒരാൾ വന്ന് നോക്കിക്കോട്ടെ, ഒന്ന് പരിശോധിച്ച് നോക്കട്ടെ അങ്ങനെ സർജൻ നടന്നിട്ടുണ്ടോ. അതിന് തയ്യാറാണോ? തയ്യാറാണെങ്കിൽ സമ്മതിക്കാം, അതൊരു ചോദ്യമാണ്, അതൊരു വെല്ലുവിളിയാണ്. അതിന് തയ്യാറാണെങ്കിൽ ഒരു ലീഡായിട്ട് നിൽക്കുന്ന ഒരു സർജൻ ആയിക്കോട്ടെ വന്ന് കറക്റ്റായിട്ട് സർജറി ചെയ്തിട്ടൊന്ന് ചെക്ക് ചെയ്യാം. ഒരു ലേഡി സർജൻ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, പരിശോധിക്കാമല്ലോ. എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ അവർ പറയട്ടെ, ഞങ്ങൾ വന്ന് പരിശോധിച്ച് ഇങ്ങനെ സർജറി കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതെന്റെ വെല്ലുവിളിയാണ്, ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ ഓക്കെ. ഈ വീഡിയോ ചിലപ്പോൾ അവർ കാണുമായിരിക്കും, അവനെതിരെ ചെറിയ റിയാക്ഷൻ വീഡിയോ ഇടുമായിരിക്കും. അതൊന്നും എനിക്ക് പ്രശ്നമുള്ള കേസ് കേട്ടല്ല. അലിൻ ജോസ് പെരേരയായിട്ട് എന്തെങ്കിലും വിഷയമുണ്ടോ? അലൻ ജോസ് പെരേര ഇതിനൊക്കെ നമ്മളെ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ നിൽക്കുന്ന ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും പമ്പ ആയിക്കോട്ടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് ഫോളോ ചെയ്യാറുണ്ടല്ലോ. പിന്നീട് ഇഷ്യൂ വരുമ്പോഴാണ് അൺഫോളോ അടിക്കുക, മെസ്സേജുകൾ അൺസെൻഡ് ചെയ്ത് കളയുക. അതുപോലെയാണ് സെയിം അലൻ ജോസ് പെരേര ആയിട്ടുള്ളത്. പിന്നെ ഈ ഇടയ്ക്ക് ഏതോ ഒരു മീഡിയയിൽ അലൻ ജോസ് പെരേര പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശ്രീലക്ഷ്മി എനിക്ക് എന്താ ഹോട്ട് കണ്ടന്റുകൾ തരുന്നില്ല, ഞാൻ ഹോട്ട് കണ്ടന്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ട് ശ്രീലക്ഷ്മി കണ്ടന്റുകൾ തരുന്നില്ല, പക്ഷെ സുധീഷിന്റെ കൂടെ ഹോട്ടായിട്ട് വീഡിയോകൾ ചെയ്യാൻ വേണ്ടി ശ്രീലക്ഷ്മി തയ്യാറാണ്, അതിന്റെ റീസൺ എന്താ എന്നുള്ള രീതിയിലൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അത് പുള്ളി എനിക്ക് പേഴ്സണലി തന്നെ മെസ്സേജ് ചോദിച്ചു, എന്താണ് അതിന് കാരണം, നിങ്ങൾ വീഡിയോകൾ മാത്രമേ ചെയ്യാറുള്ളൂ, അത് നിങ്ങൾ തമ്മിൽ മറ്റെന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന രീതിയിൽ ചോദിച്ചിട്ടുണ്ട്, പൂർണ്ണമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അത് എന്നോട് മെസ്സേജ് ആയിട്ടാണ് ചോദിച്ചത്. ഫുള്ള് ഇത് ഒരു ഇഷ്യൂ ആവും, പിന്നീട് ശ്രീലക്ഷ്മി അറിഞ്ഞു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തെ പുള്ളി ഈ മെസ്സേജുകൾ അൺസെൻഡ് ചെയ്ത് കളഞ്ഞു. അറിയാവുന്ന കാര്യമാണ്, ഞാനിത് ഓൾറെഡി ശ്രീലക്ഷ്മിയോട് അന്ന് തന്നെ ഡിസ്കസ് ചെയ്ത കാര്യമാണ് മീഡിയാസ്. എനിക്കൊന്ന് ഐ തിങ്ക് ഡിഫറെന്റ് മീഡിയ തന്നെയാണോ ഞാൻ ബൈറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനെ പറ്റി. കുറച്ച് വ്യൂസും കാര്യങ്ങളൊക്കെ അത് പോയിട്ടുണ്ട്, അത്യാവശ്യം പോയിട്ടുണ്ട്. ഒരു മീഡിയ പിന്നെ അത്യാവശ്യം ഞാൻ പറഞ്ഞു വേണ്ട എന്നുള്ള കാര്യം, കാര്യം മറ്റൊന്നും കൊണ്ടല്ല. പിന്നെ പുള്ളി ഇപ്പം കാണിക്കുന്ന മൊത്തം മണ്ടത്തരങ്ങളല്ലേ, അത് ആൾക്കാരെ ഏറ്റെടുക്കല്ലേ വെറുതെ. മണ്ടത്തരങ്ങൾ കാണിക്കുന്ന ആൾക്കാരെ പിന്നെ ജനങ്ങൾക്ക് വേണം, ഇതേ ഉള്ളൂ. പിന്നെ നമ്മുടെ രേണുസുതി ഇല്ലേ, ആ ചേച്ചിയുമായിട്ടുള്ള ഇപ്പോഴത്തെ നല്ല കമ്പനിയാണോ അതോ? രേണുസുതിയായിട്ട് കമ്പനിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. കാര്യം 1-2 ചാനൽ അറിയാം. മഹാരാജസിലെ ഞങ്ങളുടെ മറ്റേ ഒരു ഫാഷൻ ഷോ ഇവന്റിൽ തന്നെ രേണുസുതി ഞാനും ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ പ്രോഗ്രാമില് ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന വീഡിയോ ഉണ്ട്. കാര്യം കോസ്റ്റ്യൂം ഡിസൈൻ ഇപ്പൊ നമ്മൾ ഈ ഒരു ഇവന്റ് നടക്കുന്നില്ലേ, ഇപ്പൊ നടക്കുന്ന ഏഞ്ചലിന മോഡലിംഗ് കമ്പനി ഈ ഇവന്റിൽ കോസ്റ്റ്യൂം ഒക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്ന പുള്ളിക്കാരനാണ് ഹരി രവീന്ദ്രൻ എന്ന പുള്ളിക്കാരനാണ്. ലിബ്ര മോഡലിംഗ് കമ്പനിയുടെ ആണ് പുള്ളിക്കാരൻ. ഞാൻ സംസാരിക്കുന്ന ഒരു ഫോൺ സംഭാഷണം എന്നെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബിക്കോസ് എന്ന് പറഞ്ഞാൽ കേരള ട്രഡീഷണൽ കോസ്റ്റ്യൂം ആണ് രേണുസുതിക്ക് അന്ന് അവര് വെച്ചിരുന്നത്. പക്ഷെ രേണുസുതി അന്ന് വന്ന കേരള ട്രഡീഷണൽ ആണ്. പക്ഷെ രേണുസുതി ഇറങ്ങിയത് എങ്ങനെ, ആനന്ദഭദ്രത്തിലെ നായിക എങ്ങനെയാണ് തിരുനൊരേ സോങ്ങന അതുപോലെ ഒരു കോസ്റ്റ്യൂമാണ് രേണുസുതി ആവശ്യപ്പെട്ടത്. കാര്യം എക്സ്പോസ് മനഃപൂർവ്വം ചോദിച്ച് ആവശ്യപ്പെട്ടതാണ്. അത് തമ്മിൽ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഇതെന്താ ഇങ്ങനെ ഒരു കോസ്റ്റ്യൂം എക്സ്പോസ്, അത് വേറെ വിഷയമില്ല. സോഷ്യൽ മീഡിയ ചോദിച്ചപ്പോൾ രേണുസുതി എന്നോട് പറഞ്ഞ മറുപടിയാണ്, എന്താ എടാ എക്സ്പോസും കുറച്ച് കണ്ടന്റുകൾ ആയാലും എനിക്ക് ബിഗ് ബോസിലേക്ക് ഒരു എൻട്രി ഉണ്ട്. പക്ഷെ അന്ന് ഞങ്ങൾ ഓൾറെഡി അറിഞ്ഞായിരുന്നു ബിഗ് ബോസ് രേണുസുതി വിളിച്ചിട്ടുണ്ടെന്ന്. ഒരു വീഡിയോ നിങ്ങളുടെ വൈറലായിരുന്നു, സുധീഷും രേണുസുതിയും തമ്മിൽ സംസാരിക്കുന്ന വീഡിയോ. അത് ഇതാണ് സംസാരിച്ചത്, ബിഗ് ബോസിലേക്ക് എനിക്ക് ഓൾറെഡി എൻട്രി കിട്ടിയിട്ടുണ്ട്, ഉടനെ ഞാൻ പോകും. പക്ഷെ അത് കുറച്ച് മീഡിയക്കാർക്ക് അറിയായിരുന്നു, പക്ഷെ ആൾക്കാരിലേക്ക് അധികം എത്തിയിട്ടില്ല. എങ്കിലും എന്നോട് പറഞ്ഞു, അപ്പം കൂടുതൽ ഇങ്ങനെയുള്ള കണ്ടന്റുകൾ ഇട്ടാൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ കോസ്റ്റ്യൂം ഇട്ടപ്പോഴത്തേക്ക് കോസ്റ്റ്യൂം ഡിസൈനറും അന്ന് ചെയ്ത് അവർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ സിഇഒക്ക് ഒന്നും പറയാനുള്ള ഒരു വോയിസ് ഇല്ല ആ സമയത്ത്. കാര്യം സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു താരമാണ്. എന്തെങ്കിലും പറഞ്ഞു പോയി കഴിഞ്ഞാൽ എന്നെ കൊണ്ട് നിർബന്ധിച്ച് ഇടിപ്പിച്ചാന്ന് പറഞ്ഞവരെന്ത് ചെയ്യും? എന്നെ കൊണ്ട് എക്സ്പോസ് ആവശ്യപ്പെട്ട് കമ്പനി ചെയ്യിപ്പിച്ചാന്ന് പറഞ്ഞാൽ കമ്പനി തൊലഞ്ഞു പോകത്തില്ലേ? അതിലേ സംഭവിക്കുള്ളൂ. അതുകൊണ്ട് അവർക്കൊന്നും മിണ്ടാൻ പറ്റില്ല. എക്സ്പോസ് കണ്ടന്റ് ആവശ്യപ്പെട്ടു, വയറും കാണിച്ചു. ഇപ്പൊ ശ്രീലക്ഷ്മി പൊക്കിള് കാണിച്ച് അല്ലെ ക്ലിവേജ് കാണിച്ചിട്ട് പോകുന്നു എന്ന് പറയും, നടക്കുന്നു എന്ന് പറയും. ഞാൻ ചോദിച്ചോട്ടെ, രേണുസുതി കാണിക്കാറില്ല? രേണുസുതി തുടക്കത്തിൽ തന്നെ എന്തെല്ലാം കാണിക്കുന്നത്, കാരണം ഇപ്പം കാണിക്കുന്നത് എന്താ പറയുക, രേണുസുതി സഹോദരി ആതിര നിക്കറിട്ട് വീഡിയോ ചെയ്യുന്നു, വയറ് കാണിച്ച് വീഡിയോ ചെയ്യുന്നു. എത്ര ഫോട്ടോസാ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്? ക്ലിവേജ് കാണിക്കുന്നില്ലേ? അപ്പം ഒരു ആർട്ടിസ്റ്റിന് മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ശ്രീലക്ഷ്മി ചെയ്യുന്നതാണോ കുറ്റം എന്നത്? അതേപോലെ ഇപ്പൊ ഇനി രേണുസുതിയായിട്ടുള്ള ഫോട്ടോഷൂട്ടോ മീൻസ് വീഡിയോസോ ലൈക്ക് അങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങൾ വരാൻ ചാൻസ് ഉണ്ടോ? ഇല്ല, ഓൾറെഡി അങ്ങനെയല്ല. ഓൾറെഡി കാരണം കഴിഞ്ഞ എന്റെ ബർത്ത്ഡേക്ക് പോലും രേണുസുതി ഓൾറെഡി വിഷ് ചെയ്ത് സ്റ്റാറ്റസ് ഒക്കെ ഇട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ബർത്ത്ഡേ വന്നപ്പോഴത്തേക്ക് ഒന്നും, കാരണം കണ്ടു ആളുകൾ ഇടുന്ന എന്റെ സ്റ്റോറി വ്യൂ ചെയ്ത് കണ്ടിട്ട് പോലും മറുപടി ഇല്ല. കാര്യം ഇങ്ങനെയൊക്കെയുള്ള ചില പേഴ്സണൽ ഇഷ്യൂസ് കൊണ്ടാണ്. പിന്നെ ഞാനിപ്പോ രേണുസുതിയെ പറ്റി ഇങ്ങനെ പറഞ്ഞു, കുറ്റം പറഞ്ഞു, നാളെ തന്നെ ഉടനെ റിയാക്ഷൻ വീഡിയോ വരും.
രേണു ഞാൻ സുധീഷ് ഡിഫറെന്റ് മീഡിയക്ക് വേണ്ടിയിട്ട് അല്ലെ ഇന്ന മീഡിയക്ക് വേണ്ടിയിട്ട് ഒരു കണ്ടന്റ് കൊടുത്തു അല്ലെ എന്നെ കുറ്റം പറഞ്ഞു, അവൻ ആരാണ് ഇവൻ ആരാണ് അങ്ങനെയുള്ള വീഡിയോകളിൽ ചെയ്യുന്നത്, എന്നെ പറ്റി കുറ്റം പറയാൻ എന്തോരിക്കുന്നത്. പക്ഷെ അങ്ങനെ ചെയ്താൽ റിയാക്ഷൻ വീഡിയോ ഇട്ടാൽ അവർക്കൊരു വിഷയമില്ല. കാര്യം ഇപ്പൊ ഇങ്ങനെ കണ്ടന്റ് വന്നാൽ അവർ വൈറലാകുമല്ലോ. അതെ അതെ. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ സുധീഷേട്ടന്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ സുധീഷേട്ടന് ഇപ്പോ രേണു സുധിയായിട്ട് ഇപ്പോ ഒരു ഫോട്ടോ സ്റ്റാറ്റസ് ഇടാത്തതിന് വേണ്ടി മാത്രമാണോ നിങ്ങൾ തമ്മിൽ അടിയായത്, അതോ കുറ്റം പറയുന്നത് അതുകൊണ്ട് തന്നെയാണോ? അല്ല കുറ്റം പറഞ്ഞ നമുക്ക് ചില കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. അതെ അതെ. ഒന്നാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോ തന്നെ ഒരുപാട് ഇപ്പൊ രേണുസുധിയുടെ കാര്യം, രേണുസുധിക്ക് ഇപ്പൊ ഒരുപാട് ഇനാഗുറേഷൻസ് വരുന്നത് എന്തുകൊണ്ടാണ്? കാര്യം രേണുസുധി വരുമ്പോഴത്തേക്ക് ഓൾറെഡി ഇപ്പൊ ഒരു കമ്പനി അല്ലെങ്കിൽ ഇത്ര പേയ്മെന്റ് കൊടുത്താൽ ഒരു കട ഷോപ്പ് ആയിക്കോട്ടെ രേണുസുധി ഇനാഗുറേഷൻ വിളിക്കുന്നു. എന്തുകൊണ്ടാ ബ്രോയ്ക്ക് അറിയാമോ? എന്തുകൊണ്ടാണ് രേണുസുധി മാത്രം ഇപ്പൊ സോഷ്യൽ മീഡിയ ഒരുപാട് കടകളോ അല്ല ഷോപ്പുകളൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ വിളിക്കുന്നത്? എന്തുകൊണ്ടാണ്? ഹണി റോസ് അന്നരാജനൊക്കെ ഉണ്ട്, അവരൊക്കെ മാറി നിൽക്കും. ഇപ്പൊ രേണുസുധിയാണല്ലോ വന്ന് നിൽക്കുന്ന ടോപ്പായിട്ട്. എന്തുകൊണ്ടാണ് അറിയാമോ? കാര്യം ഇപ്പം സോഷ്യൽ മീഡിയ ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് രേണുസുധി. അപ്പൊ അവരെ ഒരു ഷോപ്പിന് ഇനാഗുറേഷൻ വിളിക്കുമെന്ന് വിചാരിച്ചു, അവരെ കൂട്ടത്തിൽ ആരും കാണും? ഒരുപാട് സോഷ്യൽ മീഡിയാസ് കാണും. വരുമ്പോഴത്തേക്ക് കടയുടെ പ്രൊമോഷനോടെ നൈസിന് അവിടെ നടക്കൂല്ലേ? ആണോ ഇല്ല? സത്യമില്ല. അതുകൊണ്ടാണ് രേണുസുധി വിളിക്കുന്നത്. അപ്പൊ അവരൊരു 10 രൂപ കൊടുത്ത് രേണുസുധി വിളിക്കുന്നു ഒരു കട ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി. പക്ഷെ അത് ഒരുപാട് മീഡിയയിലൂടെ ഈ കട ആൾക്കാരിലേക്ക് എത്തപ്പെടുന്നു. കടയ്ക്ക് ലാഭമാണോ നഷ്ടമാണോ? ലാഭം തന്നെ. അതേപോലെ തന്നെ ഇപ്പൊ ജിന്നിന്റെ ഒരു പുതിയ വീഡിയോ കാണുമ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. വിളിച്ചിട്ടുണ്ടായിരുന്നു. ജിന്നെ ഇപ്പൊ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ കാണാൻ പറ്റും, കൊളാബ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവര് പഞ്ചവർണ്ണക്കില്ലേ. അപ്പൊ അത് എനിക്കിപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഓൾറെഡി കണ്ടെത്തുന്ന ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നും ഇപ്പൊ അധികം ഷൂട്ടും കാര്യങ്ങളും ഒന്നും ചെയ്യുന്നില്ല. അന്നത്തെ കാര്യം ഇങ്ങനെ ട്രാവലും കാര്യങ്ങളും തൃശ്ശൂരൊക്കെ ഷോ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് പോകുന്നത് നല്ല ബുദ്ധിമുട്ടാണ്. നമ്മൾ പറയാൻ നമുക്ക് മീഡിയാസിനും ബുദ്ധിമുട്ടാണ്, എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. നമ്മൾ വരുന്നവരെ അവർ വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഇടുന്നു, എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചെറിയ പിന്നെ ഒന്നാമത്തെ കാര്യം എനിക്ക് ആരോഗ്യമായി പനി വന്നു. ഇടയ്ക്ക് വെച്ച് അങ്ങനെ ഹെൽത്ത് ഒക്കെ കുറച്ച് ഡൗൺ ആയി. അങ്ങനെ ഇഷ്യൂസ് ഒക്കെ വന്നപ്പോഴത്തേക്ക് ഞാൻ ഷൂട്ട് വേണ്ട വെച്ചു. പക്ഷെ അവരെന്നെ ഒരുപാട് തവണ വിളിച്ചു, പഞ്ചവനക്കിൽ എന്നെ കൊണ്ട് തന്നെ ചെയ്യണം കാര്യം മറ്റൊന്നുകൂടല്ല ഒരു സോഷ്യൽ മീഡിയ. ഇപ്പൊ നമ്മൾ വരുന്നത് കേൾക്കുമ്പോഴത്തേക്കും അത്യാവശ്യം മീഡിയക്കാർ വരും, അറിയാം. അതുപോലെ തന്നെ നമ്മൾ വന്ന് നിൽക്കുമ്പോൾ അവരെ വർക്കിന് ഒരു പ്രൊമോഷൻ കിട്ടും. അങ്ങനെ എന്നെ വിളിച്ചിട്ട് ലാസ്റ്റ് പറഞ്ഞു, ഈ വർക്ക് തൽക്കാലത്തേക്ക് ഞാൻ മറ്റൊക്കെ കൊടുത്തോട്ടെ, കാരണം ക്രിസ്മസിന് മുമ്പ് അവർക്കത് റിലീസ് ചെയ്യണം എന്നുള്ള ചോദിച്ചത്. അങ്ങനെയാണ് മറ്റേ ഇപ്പം നിൽക്കുന്ന ഇൻസ്റ്റാഗ്രാമറെ കൊണ്ട് അവരുടെ പേര് ഞാൻ മറന്നുപോയി വർക്ക് ചെയ്യിച്ചത്. അതേപോലെ തന്നെ മുമ്പത്തെ ജീവിതവും ഇപ്പോഴത്തെ ജീവിതവും തമ്മിലുള്ള വ്യത്യാസം മീൻസ് മുമ്പ് എങ്ങനെയായിരുന്നു? വ്യത്യാസം ഇപ്പൊ ശ്രീലക്ഷ്മിയായിട്ട് ഒരു ബീച്ചിലെ ഷൂട്ട്, മരിയന്റെ റിക്വസ്റ്റ് ഷൂട്ട് ചെയ്ത സമയത്ത് രാത്രിയിൽ ഒരു 11:30-12 മണിയൊക്കെ ആയിക്കണം. ഷൂട്ട് കഴിഞ്ഞ് വീഡിയോ ഇറങ്ങി കഴിഞ്ഞു. 11:12 വീട്ടിൽ ഒരാൾ വന്നിങ്ങനെ ഡോർ തട്ടുന്നു. അങ്ങനെ എല്ലാവരും 11:12 മണിയൊക്കെ എല്ലാവരും ഉറങ്ങി. നിങ്ങൾ നേരത്തെ കിടന്നുറങ്ങും. കാര്യം രാവിലെയൊക്കെ എനിക്ക് ഹോസ്പിറ്റലിൽ ഫീൽഡൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. ഹോസ്പിറ്റലിൽ സപ്പോർട്ടാണ്. ഹോസ്പിറ്റലിൽ 100% നമുക്ക് ഓഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം അറിയാം നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ വർക്ക് ചെയ്യുന്നത് അറിയാവുന്നത്. വേറെ നമ്മൾ ജോലി സംബന്ധമായ ഒരു പ്രശ്നങ്ങളില്ല. അതൊരു റിലേറ്റീവ് ആയിരുന്നു. പിന്നെ അച്ഛൻ്റെ ഒരു റിലേറ്റീവ് ആയിരുന്നു പുള്ളിക്കാരൻ. പറ്റിയിട്ട് പറഞ്ഞു, നല്ല മദ്യപിച്ചിട്ടാണ് പുള്ളി വന്നത്. എന്നിട്ട് പറഞ്ഞു, അവനെ ഇങ്ങനെ വിടരുത്, ശരിയല്ല. അവനിങ്ങനെ നമ്മൾ അഴിച്ചു വിടുന്നത് ശരിയല്ല. നടിയെ പൊക്കിയെടുക്കുന്നു, ബീച്ചിൽ കിടന്ന് അഴിഞ്ഞാടുന്ന രംഗങ്ങൾ എന്ന ആൾക്കാർ ഇത് ഭയങ്കരമായ നാണക്കേടാണ് എന്നുള്ളത്. എന്ത് നാണക്കേടാണ്? ഈ പറയുന്ന വ്യക്തി അപ്പോഴും വന്നിട്ട് ഇപ്പൊ ഫുള്ള് വെള്ളത്തിലായിരുന്നു. ആദ്യം അവനവൻ നന്നായിട്ട് വേണം ബാക്കിയുള്ളവരെ കുറ്റപ്പെടുത്താൻ വേണ്ടി. നമ്മുടേതായ ഒരു വ്യക്തിപരമായ കാര്യങ്ങൾക്കോ ഒരു ആവശ്യങ്ങൾക്കോ ഒന്നിനും വന്ന ഒരു സഹായമോ കാര്യങ്ങളോ ഒന്നും ചെയ്യാത്തൊരു വ്യക്തി പിന്നെ ഇങ്ങനൊരു കാര്യം നമ്മൾ കുറ്റപ്പെടുത്തുന്ന കാര്യം എന്തായിരിക്കും? ഇപ്പൊ എല്ലാത്തിനും നമ്മളെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് പറയാൻ ധൈര്യമായിട്ട് അവരൊന്ന് പറയുമ്പോൾ നമുക്ക് പറയാം. ആ സമയത്ത് അത് മോശമായി പോയോ? എനിക്ക് മോശമായിട്ട് ഒരിക്കലും തോന്നിട്ടില്ല. ഫാമിലി ഫുള്ള് സപ്പോർട്ടല്ലേ? അപ്പൊ ഫാമിലി വീട്ടുകാർക്ക് അങ്ങനെ ഒരുപാട് ഇങ്ങനെ കാര്യം, വീട്ടുകാർ കുറച്ച് ഓർത്തഡോക്സ് ചിന്താധികാരാണ്. അവരെന്ന് പറയുമ്പോഴത്തേക്ക് പഴയ ആൾക്കാരാണ്. അവർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് മീഡിയാസ്, എന്താണ് ഫോൺ വഴിയാണ് വരുന്നത്, TV കാണത്തില്ല, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ അവർക്ക് അറിയത്തില്ല. പിന്നെ ഇപ്പൊ കുറച്ച് ആൾക്കാരൊക്കെ പറഞ്ഞറിഞ്ഞാണ് അമ്മയൊക്കെ അറിഞ്ഞത് ഇങ്ങനെ സീരിയല്. കാരണം 1-2 ആൾക്കാർ പറഞ്ഞു ഏഷ്യാനെറ്റ് 2 റോള് കണ്ടായിരുന്നല്ലോ സാന്ത്വനം 2-നകത്ത് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. 1-2 ആൾക്കാർ വന്ന് പറഞ്ഞു, നേരിട്ട് വന്ന് പറഞ്ഞു നീ അതിൽ ഉണ്ടായിരുന്നല്ലോ ഒക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉണ്ടായിരുന്നുണ്ടോ. അപ്പൊ അന്നേരം സ്വന്തമായിട്ട് കാരണം വീട്ടുകാരെ സംബന്ധിച്ചോളം പേരൻസ് ഒക്കെ നമ്മുടെ സീരിയൽ കാണുന്ന അമ്മമാരൊക്കെ സീരിയൽ കാണുന്ന ആൾക്കാരല്ലേ, സിനിമ അവർക്ക് അറിയത്തില്ലല്ലോ. അപ്പൊ അവർക്ക് അതൊക്കെ കേട്ടപ്പോഴത്തേക്ക് കുറച്ച് ഇതൊക്കെ ഉണ്ട്. അങ്ങനെ ഇന്ന് വന്ന് പൂർണ്ണമായ സപ്പോർട്ടിലാണ് വരുന്നത്. ഇപ്പൊ വലിയൊരു പ്രശ്നങ്ങളില്ല, പൂർണ്ണമായ സപ്പോർട്ടുണ്ട് വീട്ടുകാരുടെ ഭാഗത്ത് നിന്ന്. അതേപോലെ തന്നെയാണ് ഇപ്പൊ ഡോക്ടർ പമ്പ, അറിയത്തില്ലേ? അതേപോലെ ഡോക്ടർ പമ്പയും പെരേരയും തമ്മിൽ വിവാഹം ചെയ്യുമെന്ന് ആണല്ലോ ഇപ്പോഴത്തെ ന്യൂസ് കേൾക്കുന്നത്. അതിനെപ്പറ്റി അത് അജിൻ എന്നെ ഇപ്പൊ കേട്ടപ്പോ ചിരി വന്നില്ലേ സത്യത്തില്? ഡോക്ടർ പമ്പയും എന്താണ് അലൻ ജോസ് പെരേരയും വിവാഹം ചെയ്യാൻ പോവാന്നുള്ള രീതിയിൽ. പക്ഷെ ഞാൻ ചോദിച്ചു, മാരീഡ് ആയ ഒരു ലേഡി അയാളെ എങ്ങനെ വിവാഹം ചെയ്യുന്നു? പക്ഷെ പോസിബിൾ ആണ്, ഇന്നത്തെ കാലത്ത് പോസിബിൾ ആണ്. എങ്കിലും മാരീഡ് ആയ ലേഡി അല്ലേ ഇവര്? അല്ലേ? എനിക്കറിയാം, അവർ ബാംഗ്ലൂർ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ലേഡിയാണ്. 24 ന്യൂസിലൊക്കെ സുധീഷേട്ടന്റെ വീഡിയോ ഒക്കെ വൈറൽ ആയിട്ടുണ്ടായിരുന്നു അല്ലെ? അത് നല്ല രീതിയിൽ തരംഗം സൃഷ്ടിച്ചൊരു വീഡിയോ ആയിരുന്നു.
തീർച്ചയായിട്ടും ആ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഓൾറെഡി ഐറ മീഡിയയുടെ റീക്രഷൻ വീഡിയോ ശ്രീലക്ഷ്മി ഞാൻ ചെയ്തത്. പക്ഷെ ഇനി തരംഗമാവാൻ പോകുന്ന ഒരു വീഡിയോ രേഷ്മ ഞാൻ ചെയ്യുന്ന വീഡിയോ ആയിരിക്കും. തീർച്ചയായിട്ടും ഇപ്പൊ നമ്മൾ ഓൾറെഡി ഒരു ഷൂട്ടിങ്ങിന്റെ ഉണ്ടായിരുന്നു, നമ്മളത് ചെയ്തിട്ടില്ല. നിങ്ങളത് അതുകൊണ്ടൊക്കെ ഉണ്ട്. പിന്നെ രണ്ടാമത് ഇനിയൊരു റീക്രഷൻ വീഡിയോ ശ്രീലക്ഷ്മി ഞാനും അല്ല, രേഷ്മ ഞാനുമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാര്യം മറ്റൊന്നും കൊണ്ടല്ല, കാരണം ഞാൻ പറഞ്ഞു രേഷ്മ നമ്മളിപ്പം വളർന്നു വരാൻ പോകുന്ന നാഗസൈരന്ധ്രിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പൊ എത്തപ്പെട്ടിരിക്കുന്നത്. എനിക്കറിയത്തില്ല, ചിലപ്പം മുട്ടയടിച്ചത് ചിലപ്പം പറയുന്നത് എന്തുകൊണ്ടാ, എനിക്ക് ചില നേർച്ചകളൊക്കെ ഉണ്ട്. എനിക്ക് പേഴ്സണലി എനിക്ക് അറിയത്തില്ല, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല, ഇപ്പം കോൺടാക്റ്റിലെ കാര്യങ്ങളല്ല. അപ്പൊ നമ്മളെ കൂടെ ഒരാളൊരു വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുകയാണെങ്കിൽ എപ്പോഴും നമ്മൾ കൂടെ ഉണ്ടാവണം എന്ന രീതിയാണ്. 24 ന്യൂസിൽ ഒരു വീഡിയോ കൊണ്ടുവന്നു, ഒരു വീഡിയോ വന്നു, വൈറൽ ട്രെൻഡ്സ് എന്ന കട്ടിലേക്ക് വന്നു. ഇപ്പം ആ വീഡിയോ 3.5 കോടി ആൾക്കാർ കണ്ടു. അപ്പൊ ലോകതലത്തിലേക്ക് അറിയപ്പെട്ടു എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ന്യൂസ് ചാനലൊക്കെ എത്തുമ്പോഴത്തേക്ക് അത്രയും നല്ലൊരിതല്ലേ. ആൾക്കാർ കാണാത്ത ആൾക്കാർ പോലെ അതിലൂടെ കണ്ട് മെസ്സേജ് പേഴ്സൺ ഇടാറുണ്ട്, സപ്പോർട്ട് ചെയ്യാറുണ്ട്. പിന്നെ ഫോളോവേഴ്സ് അല്ല നമ്മൾ സോഷ്യൽ മീഡിയ നോക്കേണ്ടത്, നമ്മൾ ഇടുന്ന കണ്ടന്റ് എത്ര ആൾക്കാർ കാണുന്നു, എത്ര പേരിലേക്ക് എത്തുന്നു, അതിന്റെ പോസിബിലിറ്റി എത്രത്തോളം ആണ് എന്നുള്ളത് മാത്രമാണ് നോക്കുന്നത്. അല്ല ഫോളോവേഴ്സ് എനിക്കിപ്പോൾ 100K ഫോളോവേഴ്സ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. 10K ഫോളോവേഴ്സ് ആയാലും 20K ഫോളോവേഴ്സ് ആയാലും നമ്മുടെ കണ്ടന്റ് ജെന്യൂൻ ആയിരിക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് സുധീഷ് ആയിരുന്നു. അപ്പോൾ സുധീഷിന് എന്തെങ്കിലും പ്രേക്ഷകരോട് സംസാരിക്കാനുണ്ടാവും? പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഈ ഡിഫറൻറ്റ് മീഡിയ എന്നെ കുറേ നാൾ കൊണ്ട് ഇന്റർവ്യൂവിന് വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും മീൻസ് ഞാൻ പറഞ്ഞില്ല, ഷൂട്ടിങ് തിരക്കുകൾ കാര്യങ്ങളൊക്കെ കാരണം എനിക്ക് പോകാൻ പറ്റിയില്ല. പിന്നെ ആരോഗ്യപരമായ ബുദ്ധിമുട്ട്. ഇപ്പം തന്നെ ഒരു ഇന്റർവ്യൂ എടുക്കുന്ന ഞാൻ ഹോസ്പിറ്റലിൽ 5 നൈറ്റ് ICUകളാണ്, 5 നൈറ്റ് വർക്ക് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നിട്ട് ഒരു ഇന്റർവ്യൂ മീഡിയക്ക് കൊടുക്കുന്നത്. അപ്പം ഡിഫറൻറ്റ് മീഡിയയുടെ ഓണർ ജുറേജ് ബ്രോയ്ക്ക്, പിന്നെ സുലുമോൻ ബ്രോ, ജിബ്രു ബ്രോ, പേരൊന്നും കറക്റ്റായിട്ട് ഇവരൊക്കെ ഒരുപാട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഒരുപാട് രാവിലെയൊക്കെ വന്ന് നിന്ന് ഇത്ര ടൈം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് എഫോർട്ട് എടുത്താണ് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ എടുത്തത്. കാരണം മറ്റു മീഡിയയിൽ വിളിക്കുന്നതിന് മുന്നേ അവർ നമ്മളെ വിളിച്ച് കോൺടാക്ട് ചെയ്ത് വരുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു, ഇന്റർവ്യൂ എടുക്കുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ ഒരുപാട് ഈ ഒരു മീഡിയ നമുക്ക് ഒരുപാട് സപ്പോർട്ടീവ് ആവട്ടെ, അതുകൊണ്ടാണ് നമ്മൾ എക്സ്ക്ലൂസീവ് കണ്ടന്റ് മീഡിയക്ക് കൊടുത്തത്. ഇനിയും നല്ല നല്ല കണ്ടന്റുകൾ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സഹായം നമുക്ക് പ്രതീക്ഷിക്കുന്നു. ഡിഫറൻറ്റ് മീഡിയയുടെ അടുത്തൊരു വീഡിയോയുമായി ഞാനെത്തും. ഓക്കെ, ബൈ.